എടാ ഫസ്റ്റിലോ മോണ്ടൻ എന്തെങ്കിലും കുഴപ്പമില്ല എനിക്ക് തോന്നുന്നുണ്ടോ? എന്താ അങ്ങനെ അറിയണേ? ചെക്കനൊരു കുഴപ്പമില്ലല്ലോ. ഓന്റെ തലയ്ക്ക് തേങ്ങ ചാടിന് ശേഷി ഓനക്ക് എന്തൊക്കെയോ മറവിന്റെ പ്രശ്നങ്ങളുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഇന്നൊരു സംഭവം ഉണ്ടായിക്കണേ, എനിക്കത് തോന്നാത്തേക്കാൾ. ഓൻ കഴിഞ്ഞ പ്രാവശ്യം ഓന്റെ ഉമ്മമാരും കൂടെ റേഷൻ കടയിൽ പോയിട്ട് ഉമ്മമാരെ മറന്നു വെച്ചിട്ട് ഓനോട് പോകുന്നു. ഇത് മാത്രല്ല, ഓനെ കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കല്യാണത്തിന് പോയപ്പോൾ ഇതന്നെ അവസ്ഥ. ഓൻ വീടാണ് വിചാരിച്ച് പാത്രം കീഴിച്ചു പോകുന്നത്. ഇല്ലടാ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നതായിരിക്കും ചിലപ്പോ. തോന്നലൊന്നുമല്ല. ഓൻ വരുന്നേ എവിടുന്നാ പോലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ചോദിച്ചു നോക്കി ഡോക്ടറിനെ. കൊടുന്ന വരുന്നേ ഞാനടാ ഒരു കല്യാണത്തിന് പോയിട്ടില്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഓൾക്കൊരു കുഴപ്പമില്ല. അതെന്റെ തോന്നല. എന്താണ് കഴിയുന്നേ? ചോറിന്നിട്ടേ കയ്യേക്കാൻ പറഞ്ഞു കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. എടാ എനിക്കൊരു തോന്നുന്നുണ്ട് ഇപ്പൊ. ആക്കണം വണ്ടി എടുക്കാതെ നടന്നു പോണാക്ക്. എടാ ബൈക്ക് മറന്നാണ്. ഇങ്ങനെ പോവാണെങ്കിൽ നമുക്ക് ഒരു ഡോക്ടറെ എന്തെങ്കിലും കാണിച്ചാലോ? അത് മാത്രം അപ്പൊ കുറച്ചു നേരം ടൈം എടുത്ത് കഴിഞ്ഞാൽ കയറോ? എടാ പൈസ വരുന്നുണ്ടോ? എന്റെ പേര് മറന്നത്. ആ മോണ്ടിനല്ലേ പിന്നെ അതിന്റെ ഒടുക്കത്തെ മറവ് കാരണം ബാക്കിലോട് കുടുങ്ങിയിരിക്കണേ. കാണുമ്പോ ഇപ്പൊ പേര് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. ഞാൻ പോവാ, നിങ്ങൾ എന്തേലും വർത്താനം പറഞ്ഞോണ്ട് ഇവിടെ കുത്തിരിക്കും കേട്ടോ. മുന്ന പൈസലല്ലപ്പാ പോയത്? ഫസല്. ഫസല് അല്ല, എനിക്ക് ഓന്റെ പേര് മാത്രമേ അറിയാത്തുള്ളൂ. എന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ലല്ലോ. അല്ല, എന്റെ പേര് എനിക്കറിയാം. എന്റെ പേര് ഞാൻ മറക്കൂലല്ലോ. അത് എന്റെ പേര് മാത്രം മറക്കായി. മൊണ്ണാന്നുള്ള പേരിന്റെ ഓ മാറ്റി യു ആക്കുമ്പോ മുന്നാണ്ടാവും. അങ്ങനെ ഞാൻ ഓർമ്മിക്കണേ. എന്റെ പേര് മോനുട്ടൻ എന്നല്ലേ? അതിന്റെ മോനൂന്ന് മാറ്റിയാ ഇട്ടെന്നും ആവും. അതൊക്കെ വിട്. ഇപ്പൊ എടുക്കാൻ പോണം. എന്നിട്ട് എടാ ഇജ്ജ് മറന്നു, അത് അഖിലേഷിന്റെ കല്യാണം ഇന്ന് ഞായറാഴ്ച അല്ലേ പോണ്ടേ? ഇടുവാ. ഇപ്പൊ ഉണ്ടായ 3 കാര്യങ്ങൾ ഞാൻ എനിക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, അഖിലേഷിന്റെ കല്യാണം കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞു. എനിക്ക് പോയതുമാണ്. മറന്നല്ലേ? അറിയാം. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഞായറാഴ്ച അല്ല, ചൊവ്വാഴ്ചയാണ്. മൂന്നാമത്തെ കാര്യം, ഇത് കല്യാണത്തിന് പോവാണെങ്കിൽ തന്നെ പാന്റ് ഇടാൻ മറന്നു. ഇത് പറഞ്ഞത് നന്നായി. അല്ലെ ഇപ്പൊ ഞാൻ ടൗസറിന്റെ കല്യാണത്തിന് പോയി. അതിന് കല്യാണം കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞില്ലേ? മുന്നേച്ച് വരുന്നുണ്ടോ? പൈസ അല്ലേ? പൈസ എന്റെ പാപ്പ അതിന്റെ മോനെ. കള്ളനായ ഇതിന്റെ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചതാ. എനിക്കിന്റെ പേര് ഇതിലായിട്ട് തെറ്റാതെ അറിയില്ല. പൈസ സോറിയാണ്, മറന്നാണ്. ഇനി ഉണ്ടാവില്ല. ഏത് പാപ്പട നായന്റെ പൈസല്? ഇതിനെ മസാല ചേർക്കണ വെറുതെ തല്ലിന്. അല്ല മുന്നേ ഇജിപ്പോ എന്തെന്നെ വിളിച്ചത്? ഫസലെന്നല്ലേ? ഈ വേട്ടാവളി എന്നെ എന്തായാലും വിളിച്ചത് പൈസലേന്ന്. ഇവന്റെ വാക്ക് കിട്ടിട്ടെങ്കിൽ നാട്ടുകാർ മൊത്തം എന്നെ പൈസലെ വിളിച്ചത്. ഞാൻ എന്റെ ആധാർക്കാരന്റെ പേര് പറ്റാൻ പോയി. എന്നെ കൊണ്ട് വെച്ചാ എന്താണ് മോണ്ട ഇതുവരെ ആ മറിവൊന്നും മാറിയില്ല ഇതുവരെ. അത് പിന്നെ എന്താ പൈസലേ? ഇവന്റെ പേരൊന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ. ഇത് നമ്മളെ അല്ല മുന്ന കണ്ടോ? ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമുക്കൊന്ന് ഷോക്ക് അടിപ്പിക്കാൻ കൊണ്ടായാലോ? അങ്ങനെ എനിക്ക് എന്റെ വീട്ടിൽ പോവാം. അവിടെ എനിക്ക് ചാർജർ ഉണ്ട് 45 വർഷത്തെ. അത് വെച്ചോളൂ. അതിനകത്ത് മൊബൈൽ ഫോണൊന്നും എൻ്റെ അടുത്ത് ചാർജ് ചെയ്യാൻ വേണ്ടിട്ട്. എടാ ഇതിനായിട്ട് പറ്റിയ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ എന്താണ് കേൾക്കാം? ഈ മൊയിനുദ്ദീൻ പറയുന്ന ആളെ വീടവിടെ? സോറി അറിയില്ല. ചിലപ്പോ നിങ്ങൾക്ക് വീട്ടുപേരാണോ മനസ്സിലാവും. ഈ അലിഫ് ഹൗസ് മൊയിനുദ്ദീൻ എന്നാ? എനിക്കറിയില്ല. എടാ പൊട്ടാന്റെ തന്തന്റെ പേരാണത്. നേരെ പോയിട്ട് ലെഫ്റ്റ്, നേരെ പോയിട്ട് റൈറ്റ്, എന്നാ റൈറ്റ്. ഇത് കറണ്ട് ഒന്നും ഇച്ചു തോന്നുന്നില്ല. ലൈൻ കമ്പിനോ വണ്ടിനോ ഇതാണ് തൂക്കിക്കാം. Tambri, it's a Mateo, una